ആണവോർജ രംഗത്തിന് വലിയ മുതൽക്കൂട്ടായി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തന സജ്ജമായിരിക്കുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അഥവാ PFBR ഇന്ത്യയുടെ ആണവോർജ രംഗത്തിന് വലിയ വാഗ്ദാനമായി മാറിയിരിക്കുകയാണ്. ഇതോടെ ഏഷ്യയിലെ തന്നെ നിർണായക ശക്തികളിലൊന്നായ ഇന്ത്യയെ സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 6-ന് ഈ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി എന്ന നിർണായക ഘട്ടം കൈവരിക്കുകയുണ്ടായി. ഒരു ആണവ റിയാക്ടറിനുള്ളിലെ ചെയിൻ റിയാക്ഷൻ സ്വയം നിലനിൽക്കാവുന്ന തലത്തിലേക്ക് എത്തുന്നതാണ് ക്രിട്ടിക്കാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഈ റിയാക്ടർ സജീവമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ സുപ്രധാന നേട്ടത്തിന് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറലും ഇന്ത്യയുടെ ഈ സുപ്രധാന ചുവടുവയ്പ്പിന് പ്രശംസ അറിയിച്ചു. അതേസമയം അയൽ രാജ്യമായ പാകിസ്ഥാൻ ഈ നേട്ടത്തിൽ വലിയ ആശങ്കയും പ്രകടമാക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധമുള്ള ആണവ നിരീക്ഷണ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്താണ് ഈ റിയാക്ടർ പ്രവർത്തിക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. അതിനാൽ തന്നെ ഇതുപോലുള്ള പദ്ധതികളെ പ്രശംസിക്കുന്നത് ആഗോള ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പാകിസ്ഥാൻ പറയുന്നു. സാധാരണ ആണവ റിയാക്ടറുകളിൽ യുറേനിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രത്യേകത എന്നാൽ അത്തരം റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം തന്നെ സൃഷ്ടിക്കാനാകുമെന്നതാണ്. ഇത്തരം റിയാക്ടറുകളിൽ സോഡിയം കൂളിംഗ് സംവിധാനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനുമാകും. ഇത്തരത്തിലുള്ള റിയാക്ടറുകളുടെ പ്രവർത്തനത്തിനായി പ്ലൂട്ടോണിയം എന്ന വസ്തുവും ഉപയോഗപ്പെടുത്താറുണ്ട്. പ്ലൂട്ടോണിയം വൈദ്യുതി ഉൽപാദനത്തിനായി പ്രയോജനപ്പെടുത്താനാകും. എന്നാൽ പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നത് പ്ലൂട്ടോണിയം ആണവായുധ നിർമ്മാണത്തിനും ഇന്ത്യ ഉപയോഗപ്പെടുത്താം എന്നതാണ്. ഭാവിയിൽ കൂടുതൽ പ്ലൂട്ടോണിയം ഇന്ത്യ ശേഖരിക്കുമെന്നും പാകിസ്ഥാൻ വാദിക്കുന്നു. ഇതോടൊപ്പം ഇന്ത്യയുടെ മിസൈൽ ശേഷിയും പ്രതിരോധ ശക്തിയും വളരുന്നതും ദക്ഷിണേഷ്യയിലെ ശക്തി സമത്വം തന്നെ മാറിപ്പോകുമെന്നാണ് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നത്. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആശങ്ക പാകിസ്ഥാനിൽ നിന്നുള്ള സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖാസിം ഖലീലുള്ള പരസ്യമായി പ്രകടിപ്പിക്കുകയുമുണ്ടായി. 2008 ഇന്ത്യക്ക് ലഭിച്ച ആണവ സഹകരണ ഇളവുകൾ പുനഃപരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇന്ത്യക്കുള്ള ഇളവുകൾ ദക്ഷിണേഷ്യയിൽ വലിയ ആയുധ പന്തയത്തിന് വഴിയൊരുക്കുമെന്നും അവർ പറയുന്നു. അതേസമയം പാകിസ്ഥാൻ ഉയർത്തിയിരിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും ഇന്ത്യ തള്ളിക്കളയുകയാണ്. PFBR പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ടെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ 3 ഘട്ട ആണവോർജ പദ്ധതിയിലെ പ്രധാന ഘടകമാണ് ഈ റിയാക്ടർ എന്നും സർക്കാർ പറയുന്നു. ഇന്ത്യയിൽ ധാരാളമായി ലഭ്യമായ തോറിയം എന്ന ധാതുവിനെ ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക അടിസ്ഥാനമാണ് ഈ പദ്ധതിയിലൂടെ സംജാതമായിരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ ചെലവിൽ സ്ഥിരമായ വൈദ്യുതി ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലുള്ള അപൂർവ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയും ചെയ്യുന്നു. നിലവിൽ റഷ്യയിൽ മാത്രമാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ റിയാക്ടറുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. ചൈനയും ഇത്തരത്തിലുള്ള റിയാക്ടറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് പിന്നാലെ തന്നെയുണ്ട്. ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്ന PFBR റിയാക്ടർ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ആഴത്തെ തെളിയിക്കുന്ന നേട്ടമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുകയും അതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള ദീർഘകാല പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണിതെന്നും വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ കൽപ്പാക്കത്തെ PFBR റിയാക്ടർ ഇന്ത്യക്ക് ഊർജ രംഗത്ത് വലിയ നേട്ടമാണെന്നതിൽ തർക്കമില്ല. എന്നിരുന്നാലും ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാന ചർച്ചകൾക്കും ആശങ്കകൾക്കും ഈ റിയാക്ടർ വഴിവെക്കുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഊർജ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ വലിയൊരു വഴിത്തിരിവാണ് കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ.
വാർത്തയുടെ നിറം തേടി തനിനിറം.